ഭയങ്കരമായിട്ടൊരു പണക്കാരനായെന്നൊക്കെ പറഞ്ഞൊരു സംഭവം വന്നു. സിനിമയിലായിരിക്കും. സിനിമയല്ല, നിങ്ങളുടെ ജീവിതത്തിലെ നാട്ടിലെ ആൾക്കാർ ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ചുമ്മാ കുറച്ച് ഗോസിപ്പുകൾ. അത് നമ്മുടെ പ്രേക്ഷകരായിട്ട് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ കുറേ ആൾക്കാർ അല്ലേ, ആൾക്കാർ പറഞ്ഞു ഇതേപോലെ ഒരു സീരിയൽ നടന് ലോട്ടറി അടിച്ചു, ഫസ്റ്റ് പ്രൈസ് അടിച്ചു, ഇത്ര 2 കോടി 3 കോടി 5 കോടി രൂപ സെക്കൻഡ് പ്രൈസ് ആണ്. സെക്കൻഡ് പ്രൈസ് 5 കോടി രൂപ. 5 കോടി രൂപയാണ്. പക്ഷെ അത് ഇല്ല, ചുമ്മാ എത്ര സത്യത്തിൽ അടിച്ചത്? സത്യം പറഞ്ഞാൽ ഞാനിപ്പം അത് പറയുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. ഒരു 10,000 രൂപയാണ് എനിക്ക് അടിച്ചത്. അത് 5 കോടി എത്തിച്ചത് 5 കോടി ആൾക്കാർ മീഡിയയാണ്, ഇവരാണ് ശരിക്കും. അല്ല, സത്യത്തിൽ 10,000 രൂപയാണ് അടിച്ചത്. ശരി, 10,000 രൂപ ആണല്ലേ. പക്ഷേ ചിരി കാണുമ്പോൾ 10,000 അല്ല അടിച്ചെന്നുള്ളതാണ്. പക്ഷേ അലിഫിന് എനിക്ക് നേരത്തെ അറിയാം. അന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു അലിഫിനോട്. അലിഫ് അന്ന് ഈ എമൗണ്ട് തന്നെ എന്നോട് പറഞ്ഞത് 10,000 രൂപയാണ് അടിച്ചെന്നുള്ളത്. കുറെ തെറ്റിദ്ധാരണകളോ, കുറെ ഒരുപാട് പേര് എന്നെ വിളിച്ചു, സംസാരിച്ചു. ഇതിലൊരു സന്തോഷമുള്ള പിണങ്ങിയിരിക്കുന്നവരെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവാണ്. പൈസ കിട്ടാൻ വേണ്ടി. അതെ, ഈ വിളിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത് അടിച്ചോണ്ടാണോ അല്ലെങ്കിൽ എത്ര രൂപ തരണമെന്നാണോ പറയുന്നത്? അല്ല, ഇപ്പോഴത്തെ ഒരു പൊതുവെയുള്ളൊരു സമൂഹം ഉണ്ടല്ലോ, ഈ കാശ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആരും കാണില്ല, കാശുള്ള സമയത്ത് ഒരുപാട് ഫ്രണ്ട്സുകൾ. അതാണ് ഇതിന്റെ ഒരു മോട്ടിവേറ്റ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പൈസ ഉള്ളപ്പോൾ എല്ലാവരും കാണും, പൈസ ഇല്ലാത്ത പാരം കാണത്തില്ല. അല്ല, ആ സമയത്ത് എത്ര രൂപ വരെ കടം ചോദിച്ചിട്ടുണ്ട്? എത്ര രൂപ എക്സ്ട്രീം പോയിട്ടുണ്ട്? ഇല്ല, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ, കൊറോണ സമയത്ത്. കോള് നീ തുറന്ന് പറ എന്തെങ്കിലും ഇങ്ങനെ ഒതുക്കി വെക്കാതെ. അതല്ല, അടിച്ചില്ലല്ലോ, നമുക്ക് അടിച്ചില്ലല്ലോ. എങ്ങനെ പോകുന്നു? അല്ല, അടിച്ചില്ല എങ്കിലും ചോദിച്ചോ, കുറെ ആൾക്കാർ ചോദിച്ചോ പൈസ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഇത് പറയേണ്ടി വന്നു, ഇത്രയാണ് വന്നതെന്നുള്ളത്. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മിന്നാര സിനിമയില് ജഗതി പറയത്തില്ലേ, ഒരു കടം തീർത്തോളം നമ്മുടെ മൂക്കന സീസൺ എത്രയാ കൊടുക്കാറുള്ളത്, ലാസ്റ്റ് അടിക്കുമ്പോൾ 10 രൂപ എന്ന് പറയുന്നത്. എല്ലാവർക്കും വലിയ എമൗണ്ട് പറഞ്ഞു. എന്തായാലും അലിഫിന്റെ ഈ ഒരു സീരിയൽ ജീവിതത്തിൽ സിനിമാ ജീവിതത്തിലേക്ക് പോകാനുള്ള ചവിട്ടുപടികൾ ഏതെങ്കിലും ആയിട്ടുണ്ടോ? സിനിമ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 എണ്ണം ചെയ്തിരുന്നു. ലാസ്റ്റ് നമ്മുടെ വേണു സാർ, നെടുമുടി വേണു സാറിൻ്റെ ലാസ്റ്റ് ഫിലിമിൽ ഞാൻ ചെയ്തു. കോപം എന്നാണ് പടത്തിൻ്റെ പേര്. ചിത്രാഞ്ജലി പാക്കേജ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പം വരാനുള്ളത് പിരതി എന്ന് പറഞ്ഞൊരു പടമാണ്. അതിപ്പോൾ എൻ്റെ എല്ലാം റെഡിയായി. എങ്ങനെയാണ് താരങ്ങളൊക്കെ എത്ര? അത് പ്രമോദ് ചേട്ടനാണ്, പ്രമോദ് വെളിയനാട് സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഉടനെ ഇറങ്ങും, അതൊരു പ്രതീക്ഷയാണ്. നല്ലൊരു പടമാണത്. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് വരട്ടെ, സിനിമ നന്നായി ഹിറ്റ് ആവട്ടെ. അത് OTT അല്ല, തിയേറ്ററിൽ റിലീസാണ്. ഇപ്പോൾ ഈ മണിമുത്തിൽ വരുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു നെഗറ്റീവ് റോൾസ് അങ്ങനെ അലിവ് ചെയ്തിട്ടില്ല. ഞാൻ നെഗറ്റീവ് സൂര്യ TV-യിൽ ഒരെണ്ണം ചെയ്തായിരുന്നു. ഭാവന എന്ന് പറഞ്ഞൊരു സീരിയൽ ആദ്യമായിട്ട് നെഗറ്റീവ് ചെയ്തു. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ നെഗറ്റീവിലോട്ടൊന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ നെഗറ്റീവിലോട്ട് ചാടി. ഈ നെഗറ്റീവ് പെട്ടെന്ന് എല്ലാവർക്കും പോസിറ്റീവ് ആവുന്ന ഒരു സംഭവം പുറത്തിറക്കുമ്പോൾ തിരിച്ചറിയുന്നത് സത്യമാണോ? അത് തീർച്ചയായിട്ടും. നെഗറ്റീവ് ക്യാരക്ടറെയാണ് എവിടെ ചെന്നെന്ന് പറഞ്ഞാലും ഐഡന്റിഫൈ ചെയ്യുന്നത്. ആദ്യം 2 അടി തന്നെന്ന് പറഞ്ഞാലും പിന്നെ ഒരു സ്നേഹം കാണും. അതുകൊണ്ട് നെഗറ്റീവ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട്. ഈ മണിമുത്ത് തന്നെ ഇതിലെ കുട്ടികളൊക്കെ ആയിട്ടുള്ള സീനിൽ ഞങ്ങളുടെ മുത്തുമണിയെ ഒന്നും തൊട്ടു പോരുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മാളുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ചോദിക്കാറുണ്ട്. ശരിക്കും അത് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ ചോദിക്കുന്നത്. മണിയെടുത്ത് ഞാൻ ചോദിച്ചപ്പം ഇദ്ദേഹം ഭയങ്കര ഭീകരനാണ്, ക്രൂരനാണെന്ന് പറഞ്ഞത്. ഒരിക്കലും ഇല്ല. അല്ല, നല്ലൊരു ക്യാരക്ടറാണ്. എന്നാലും കുട്ടികളോടൊന്നും നമുക്ക് അധികമായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നില്ല ഇതിനകത്ത്. പക്ഷേ പിള്ളേർ മനസ്സിൽ കള്ളമില്ല. അതെ. എന്നോട് അലിഫ് ആദ്യം പറഞ്ഞാലേ കുഴക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഇല്ല, അനീഷ് കുഴക്കുന്ന ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇരുന്നല്ലേ, ഇത് ആദ്യത്തെ ഇന്റർവ്യൂ ഒന്നും അല്ല. ഈ സീരിയൽ എങ്ങനെയുണ്ട്? കഥാപാത്രം എങ്ങനെ? നല്ല കഥാപാത്രമാണ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൂടെ കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ജനങ്ങൾ ഇരു കൈനീട്ടി സ്വീകരിച്ചു. നല്ല റേറ്റിംഗിലാണ് പോകുന്നത്. 3 അതെ, ബ്രദേഴ്സ്. അതെ, ഷാനവാസിക്കയുടെ അനിയനായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. നല്ല ക്യാരക്ടറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള ക്യാരക്ടറുകളൊക്കെ ചെയ്യാനാണ് ഒരുപാട് താല്പര്യം. അല്ല, അതായത് 4 സഹോദരങ്ങളിനകത്ത് ഒരാളാവും. പക്ഷെ ആ സീരിയലിനകത്ത് നല്ല അതിനകത്ത് എനിക്ക് പൊന്നബാബു ചേച്ചി ഉണ്ടായിരുന്നു, അതുപോലെ ഷാനുക്ക ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ മേഘ്ന ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ളൊരു സീരിയലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് വേറൊരു ക്ലാഷായി വേറെ സീരിയലുമായിട്ട്. അങ്ങനെയാണ് ലാസ്റ്റ് ടൈമിൽ ഞാൻ അതിനകത്ത് നിന്ന് മാറുന്നത്. എന്തായാലും അതൊരു വലിയൊരു ഓർമ്മയാണത്. ഈ എനിക്ക് പോയിട്ടുള്ള അനുഭവങ്ങളിൽ എനിക്ക് കുറച്ചും കൂടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഈ. തീർച്ചയായിട്ടും. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു TS അജി സാറിനെ പോലുള്ള ഒരു ഡയറക്ടർ. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഫ്രണ്ട്സ് വഴി പറഞ്ഞു എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് സാറുമായിട്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു.
അതെന്തായാലും ദൈവാനുഗ്രഹത്തിൽ സാധിച്ചു. സാധാരണ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷനിൽ വരുമ്പോൾ ചിലത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആണ്. എന്നാൽ ആർട്ടിസ്റ്റുകളെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാനായിട്ടൊക്കെ വിടുന്നുണ്ട്. അത് അലിഫിൻ്റെ ജീവിതത്തിൽ മീൻസ് ഒരു അഭിനയ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡവും ഒക്കെ ഉള്ളൊരു വർക്കാണ് ഇത്. സൈസാറിനെ പോലുള്ള ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. നല്ലൊരു എൻജോയ്മെൻറ്റാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എൻജോയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, സന്തോഷം പോരെ നമുക്ക് ജീവിതത്തിൽ. ഈ വരുന്ന സമയത്ത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കും നിനക്ക് പിന്നെ എന്താ വേണമെന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് പ്രഷർ വേണേൽ ചോദിക്കും എൻജോയ്മെൻറ്റ് പോരെയെന്ന്. അത് ചില സമയങ്ങളിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ടല്ലോ. ചില സമയങ്ങളിൽ ചില സീൻസ് എടുക്കുമ്പോൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് നെഗറ്റീവ് റോൾസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് നെഗറ്റീവ് റോളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇല്ല, കുഴപ്പമില്ല. ഒരുപാട് പോസിറ്റീവ് ചെയ്തപ്പോൾ പിന്നെ നെഗറ്റീവ് നമ്മൾ പഠിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി. അത് കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട് ഇതുമായിട്ട്. അല്ലെങ്കിൽ നീ വാതറ കളിയ എന്താ വാതോർത്തല്ലേ സംസാരിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയണം. അയ്യോ അല്ല, ഞാൻ ചോദിച്ചതല്ല. നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണ് അഭിനയം എന്ന് പറയുന്നത് തന്നെ. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ഫസ്റ്റിലെ ഫ്രെയിമിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഭിനയിച്ച് പറ്റുന്ന വരത്തില്ല. അപ്പോൾ അത് അലിഫിന്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ തുടക്കത്തിലെ അനീഷിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞതാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ല, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കല്ലേ, എന്നെ ഫ്രീ ആക്കാൻ പറഞ്ഞതാണ്. അപ്പം നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത്ര തന്നെ സംസാരിച്ചത്. എനിക്ക് താല്പര്യമില്ല, ഞാൻ നിർത്തുവാണ്. കാരണം ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. അല്ല, സീരിയസ് ആയിട്ട് എനിക്ക് തീരെ വയ്യളിയാണ്. കാരണം ഞാൻ വയ്യാതെ അവിടെ കിടന്നിട്ട് ചില കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് ഞാൻ നിനക്ക് പ്രാങ്ക് തരുന്നത് എന്നെ അവന്റെ ഫേസ് വന്നപ്പോൾ എനിക്കറിയാതെ എനിക്ക് പ്രാങ്ക് തരുന്നുള്ളൂ. ഇനി അവിടെ എന്നെ നീ പ്രാങ്കാന് ആദ്യമായിരുന്നെങ്കിൽ ഞാൻ എന്നറിയോ വയ്യ, സത്യം പറഞ്ഞു. അല്ല സീരിയസ്ലി അവന് വയ്യ. നല്ല ചൂടുണ്ട്, കൈ മാറ്റിക്കും. നല്ല ചൂടുണ്ട്. പക്ഷെ വളർച്ചയിൽ ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരാണ് നമ്മൾ ഇത്രയും വളർത്തിയത്. ഇതിപ്പോ എത്ര എപ്പിസോഡ് ടോട്ടൽ? ഇത് 500 കഴിഞ്ഞു. 500 കഴിഞ്ഞു. എത്ര ടോട്ടൽ അലിഫ്? എത്ര? അല്ല, 400 കഴിഞ്ഞു, 500ലോട്ട് വരുന്നുണ്ട്. ഒരു 200 എപ്പിസോഡോളം അലിഫ് ഉണ്ടായിരുന്നു. ഇല്ല, ഞാനിപ്പോൾ റീസെന്റ് ഒരു 3 ഷെഡ്യൂൾ ആയിട്ടുള്ള കയറിയിട്ട്. 3 ഷെഡ്യൂൾ ആകുമ്പോൾ ഒരു 45 ഡേയ്സ് അത്രയാവും. എങ്കിലും ഓൾമോസ്റ്റ് ഒരു 50 എപ്പിസോഡ്സിൽ കൂടുതൽ. തീർച്ചയായിട്ടും ഞാനകത്ത് 2-3 എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു, ഈ ഇടയ്ക്ക് കണ്ടു. അപ്പോൾ എന്തോ ആരെയോ കുറിച്ച് കൂടുതലായിട്ട് അവരെ നമുക്ക് ദ്രോഹിക്കണമെന്നൊക്കെ മറ്റേ ഇതിനകത്തുള്ള കഥാപാത്രങ്ങളാണ് നിങ്ങൾ പേഴ്സണലി പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അലിഫിന്റെ ഒരു ആക്ഷൻ മൂവ്മെന്റ് ഞാൻ കണ്ടായിരുന്നു ആ ഫേസിലെ. അപ്പോഴത്തേനും ഞാൻ മനസ്സുകൊണ്ട് പറയുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു ക്യാച്ച് ചെയ്യുന്നുണ്ട് ആ വില്ലൻ കഥാപാത്രം. എപ്പോഴെങ്കിലും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം പോസിറ്റീവ് ചെയ്തിട്ട് പെട്ടെന്ന് നെഗറ്റീവിലോട്ട് വരുമ്പോൾ നേരത്തെ ചോദിച്ചില്ലേ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന്. അത് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് സ്മൂത്താണ്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, നല്ലതായിട്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറയാം. ഇപ്പൊ അലിഫ് കൂടുതൽ സംസാരിക്കുന്നതിന് കാരണം ഇപ്പൊ മനസ്സിലായല്ലോ, ഒട്ടും സുഖമില്ല. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു എന്നെ അടിച്ചെന്ന് വിചാരിച്ചു. ഇല്ല, കാരണം ഞാൻ കിടക്കുമായിരുന്നു സത്യം പറഞ്ഞു. മനസ്സിലായി, സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം.